മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പം ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ പോലും അത് കണ്ടപ്പോ പോലും കറക്റ്റ് അവനെ പോലെ തന്നെ ഇരിക്കണം. എന്താന്നറിയില്ല, ഭയങ്കര സങ്കടം. എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരുടെ ഒപ്പം. ഒരു 11-12 വർഷം മുമ്പ് വന്ധ്യംകരണ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതോ നാട്ടിൽ നിന്ന് പിടിക്കപ്പെട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച ഒരു നായ്ക്കുട്ടിയായിരുന്നു എൽദോ. അപ്പോൾ അവൻ്റെ മേത്തൊരു പൊള്ളിയ പാടും വെള്ളം തിളച്ച് വീണ് പൊള്ളിയ പാടുമൊക്കെ ആയിട്ടാണ് ഈ നാട്ടിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ പെട്ടെന്ന് ആളുകളുടെയൊക്കെ സഹതാപവും സ്നേഹമൊക്കെ പിടിച്ചു പറ്റി. കുട്ടികളായിട്ട് പ്രത്യേക ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ ട്യൂഷൻ പോകുന്ന കുട്ടികളെ വീട്ടിൽ കൊണ്ട് ആക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബസ് വഴിയാണ്. ഞങ്ങൾ ബസ് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളെ വീട്ടിൽ കൊണ്ടൊക്കെ ആക്കാറുണ്ട്. പിന്നെ എപ്പോഴും പറഞ്ഞ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നിട്ട് ചില സമയത്ത് അവിടെ കിടക്കും. അപ്പം ഞാൻ വിശക്കാന്ന് വെച്ച് ഞാൻ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാറുണ്ട്. എൽദോനെ ആദ്യമേ തുടങ്ങി ഇങ്ങനെ കാണുന്നതാണ്. ഒരു കുഴപ്പമില്ല, എനിക്ക് എൽദോനോട് ഇഷ്ടമാണ്. നല്ല സ്നേഹമുള്ള പട്ടിയാണത്. ഇതെല്ലാവരുടെ വീട്ടിലും വരും. അവിടെ ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ വീട്ടിലും വരും. അപ്പം എനിക്ക് ഹോട്ടലുണ്ടായി ഇവിടെ. അപ്പം ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയിട്ട് ഇവന് കൊടുക്കും. അപ്പം ഇവൻ തിന്നാറുണ്ടായിരുന്നു. നമ്മുടെ ഓട്ടോ ചേട്ടന്മാരാണ് അവനെ നോക്കി. അവൻ ഒരു പ്രാവശ്യം വണ്ടി ഇടിച്ചു. പിന്നെ ഓട്ടോ ചേട്ടന്മാർ അവനെ എടുത്ത് നോക്കി. പിന്നെ അവർ തന്നെ മേടിച്ചു കൊടുത്ത ബെൽറ്റിൻ്റെ അതേ കളർ തന്നെയാണ്. അതുപോലെ തന്നെ കറക്റ്റ് എൽദോനെ പോലെ ഉണ്ട്. നമ്മുടെ ഈ കോട്ടുമിളിയിലുള്ള എല്ലാ ആൾക്കാർക്കും അവൻ ഒരേപോലെ തന്നെയായിരുന്നു. അവനും അതെ. പേഴ്സണലായിട്ട് നമ്മൾ വളർത്തുന്ന ചില മൃഗങ്ങളോട് നമുക്ക് ഇതുണ്ടാവും, അറ്റാച്ച്മെൻറ്റ്. ഇതൊരു തെരുവ് നായ എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ അതിനിടയിലും ഇത്തരം വ്യത്യസ്തമായിട്ട് നമ്മൾ കാറ്റഗറി തിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ല തെരുവ് നായ്ക്കളും ഉണ്ട്. അതിൻ്റെ ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും സംഗതി കുഴപ്പമില്ല. മൊത്തം കളയാണ്, വേറെ കമ്പിയോ കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ 11 വർഷമായി ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു എൽദോ. അവനോടുള്ള സ്നേഹമാണ് ഈ ജീവൻ തുടിക്കുന്ന അവൻ്റെ ഈ പ്രതിമ. തെരുവുനായകൾ കാരണം പുറത്തിറങ്ങാൻ ഭയക്കുന്ന ഈ കാലത്ത് എൽദോയും അവൻ്റെ നാട്ടുകാരും അവരുടെ സ്നേഹവും വേറിട്ടതാകുന്നു. ജോയ്സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നമ്മളോട് സംസാരിച്ചൊരു പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു ആ ശില്പം കാണാൻ എൽദോയെ പോലെ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ ആ ശില്പം നിർമ്മിച്ച ആളെക്കുറിച്ച് കൂടി ഒന്ന് പറയണമല്ലോ അല്ലേ. ശില്പനിർമ്മാണ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള VK ജയന്റെ മേൽനോട്ടത്തിൽ നിപിൻ ഫിജിയാണ് എൽദോയുടെ ശില്പം നിർമ്മിച്ചത്. വിഷ്ണുപ്രകാശ് നമുക്കൊപ്പം ചേർന്നുണ്ട്. വിഷ്ണു, ആ നായയ്ക്ക് വേണ്ടി സ്മാരകം പണിയണമെങ്കിൽ, ആ നായയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ കണ്ണ് നിറയണമെങ്കിൽ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എൽദോ അവർക്ക് എല്ലാവർക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. നമുക്ക് ആ സ്റ്റോറി റിപ്പോർട്ട് അവസാനിച്ചിടത്ത് തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് തെരുവുനായ്ക്കളെല്ലാം വളരെ ശല്യമാകുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഭീഷണിയാകുന്ന ഒരു സാഹചര്യത്തിലാണ് എൽദോയും അവൻ്റെ നാട്ടുകാരും വ്യത്യസ്തനാകുന്നത്. ഏപ്രിൽ 24-നാണ് എൽദോ മരിക്കുന്നത്. അതിനുശേഷം അവൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ അവനൊരു സ്മാരകം പണിയണമെന്ന ലക്ഷ്യത്തോടെയാണ് ആ ഒരു സ്മാരകം അവിടെ പണിതത്. ആ നായയുടെ ഒരു സ്മാരകം അല്ലെങ്കിൽ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കുന്ന ഒരു കാര്യമുണ്ടായത്. ഈ എൽദോ അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. നമ്മൾ ആ സ്റ്റോറി ചെയ്യാൻ പോകുമ്പോൾ ഒരു സാധാരണ ഒരു നായ മരിച്ച ഒരു പ്രതിമ വയ്ക്കുന്ന ഒരു സ്റ്റോറി എന്നൊരു സങ്കല്പത്തിലാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് അവിടുത്തെ ഓരോരുത്തരുടെയും പ്രതികരണം എടുത്തപ്പോൾ അവൻ എത്രമാത്രം അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു, എത്രമാത്രം ഒരു അവനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് അവരുടെ ഓരോ പ്രതികരണത്തിലും വ്യക്തമാകും. കാരണം അത്രയ്ക്കും വികാരാധീനരായിട്ടാണ് പലരും അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയുന്നത്. കാരണം കുട്ടികൾക്കടക്കം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ആ കുട്ടികളെല്ലാം വൈകിട്ട് നേരം ട്യൂഷനൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന കുട്ടികളെ വീട്ടിൽ കൊണ്ടുവിടുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്ക് അത്രയും പ്രിയപ്പെട്ടതാകുന്ന ഓരോ വീടുകളിലും ചെല്ലുന്ന, അങ്ങനെ പലതരം കഥകൾ അവനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു എൽദോ. അതിൻ്റെ ഒരു സ്നേഹം എൽദോയ്ക്കും ഉണ്ടായിരുന്നു, ആ തിരിച്ചും ഈ ജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും തീർച്ചയായും അങ്ങനെ എവിടെ നിന്നോ വന്ന ഒരു നായ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറുന്നു. ഒടുവിൽ അവൻ മരിച്ചപ്പോൾ ഒരു സ്മാരകം പണിയുന്നു. അതൊക്കെ ആ വിശേഷമാണ് നമ്മൾ കണ്ടത്.